വെൽക്കം ബാക്ക് ടു അഖില ശിവൻ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്നുള്ളത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലാണ്, മുളന്തുരുത്തിയിലാണ് ഞാനുള്ളത്. ഓക്കെ, മുളന്തുരുത്തിയിലുള്ള പാഷൻ ഫ്രൂട്ട് കണ്ടോ? ഇതാണ് പാഷൻ ഫ്രൂട്ട്. ഞാൻ കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് വീഡിയോയിലൊക്കെ കാണാൻ പറ്റും. പാഷൻ ഫ്രൂട്ട് ഇതാണ്. അപ്പം ഇത് എന്താണ്, കൊലച്ചുണ്ട്, അത് പഴുത്ത് എന്നെ കിട്ടട്ടെ അമ്മ എന്തെന്ന് പറയുന്ന പഴുത്തിട്ടുണ്ട്. അപ്പോൾ പഴുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇത് കണ്ടോ, ഇതാണ് അതിൻ്റെ കളറ്. ഫസ്റ്റ് ഓഫ് ഓൾ എന്നെ കാണിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഈ പാഷൻ ഫ്രൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ടൈപ്പ് പാഷൻ ഫ്രൂട്ട് ഉണ്ട്. ഒന്ന് പഴുക്കണത് യെല്ലോ കളറും, മറ്റേതെന്ന് പറഞ്ഞാൽ ഈ ഒരു റെഡ് ആപ്പിളിൻ്റെ കളറാണ് ഗൈസ്, ആപ്പിളിൻ്റെ കളർ. അപ്പോൾ ആപ്പിളിൻ്റെ കളറുള്ളതാണല്ലോ. അപ്പോൾ ഞാൻ നിങ്ങൾ കാണിക്കാൻ പോകണം, ഇത് ലൈവായിട്ട് പറിച്ച് നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഞാൻ തിന്നാൻ പോവുകയാണ്. ഇവിടെ നിറയെ ഉറുമ്പാണ്, അത് കാരണം ഞാൻ ഇവിടെ ഒന്ന് ചാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറിക്കുന്ന ഒരു വീഡിയോ കാണിച്ചു തരാം. അത് കഴിഞ്ഞ് അത് തിന്നും ഇവിടെ ഇരുന്ന്. അത് വേണ്ടത് ഇത് പഴുത്തതാണ്. ഇതാണ് പഴുത്തത്, കാണാവോ? അപ്പം ഞാൻ അതേ പറിക്കുന്നതാണ്. അയ്യോ, ജസ്റ്റ് ഇങ്ങനെ പറിച്ചാൽ മതി നമ്മൾ. ഓക്കെ, കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കഴിക്കേണ്ടത് ഞാൻ അപ്പുറത്തിരുന്ന് കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഞാൻ പറഞ്ഞ പാഷൻ ഫ്രൂട്ട്, നോട്ട് ഫാഷൻ ഫ്രൂട്ട്. ഇത് പാഷൻ ഫ്രൂട്ടാണ്. ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഷുഗർ ഉള്ളവർക്ക് കഴിക്കാം. അങ്ങനെ ഷുഗർ കൂടുമോ അങ്ങനെ ടെൻഷൻ ആവുമൊന്നും വേണ്ട. ഷുഗർ കുറയുന്ന ഒരു സാധനമാണിത്. പിന്നെ എന്താ ഇതിൻ്റെ ഗുണങ്ങൾ അറിയോ? വേണമെങ്കിൽ ഞാൻ ChatGPT ഉള്ള ജെമിനിയോട് ചോദിച്ചിട്ട് ഞാൻ ഇതിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ മുറിക്കുകയാണ്. ഇത് പഞ്ചസാര കൂട്ടി കഴിക്കണം, എന്നാലാണ് ടേസ്റ്റ്. പക്ഷേ എനിക്കതാണ് ഇഷ്ടം. പക്ഷേ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ലൈവായിട്ട് മുറിച്ചിട്ട് കാണിച്ചു തരാം. കർക്കിടകമാണ്, കൈയൊന്നും മുറിയാതെ സൂക്ഷിക്കണം. കർക്കിടകം എന്നാ തീരണേ? എന്നാ കർക്കിടകം തീരണേ? 17-ാം തീയതി 1. ഓക്കെ, അതെ, മുറിച്ചിട്ടുണ്ട്. ഇതൊന്ന് കാണിച്ചു കൊടുക്കുമേ, കാണാൻ പറ്റണ്ടോ? ഓക്കെ, ഇതാണ് അപ്പം പഴുത്തത്. ഇങ്ങനെ ഇരിക്കും. അപ്പം ഞാനിത് കത്തി പിടിക്കുമോ? അമ്മേനെ പിടിച്ചോ? അപ്പം അതെ, കാണുന്നുണ്ടല്ലോ അല്ലേ? 2 ഭാഗമാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിലിങ്ങനെ പഞ്ചസാര ഇട്ടിട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. പക്ഷേ അതിലും നല്ലത് ഇങ്ങനെ തന്നെ, കാരണം ഓൾറെഡി ഇതിന് മധുരം ഉണ്ട്. ഇനിയിപ്പോൾ വേറെ നമ്മൾ ചെറിയൊരു പുളിയും മധുരം അതുകൊണ്ടാണ് ഷുഗറുകാർക്ക് ഇത് കഴിക്കാൻ പറ്റുന്നത്. എല്ലാവർക്കും നല്ലതാണ്. അതെ. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് അകത്തായിട്ട് ഇങ്ങനെ ആക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൽ നിന്ന് ഇങ്ങനെ വിട്ട് കിട്ടും. കണ്ടോ? കാണുന്നുണ്ടല്ലോ അല്ലേ? എന്നിട്ട് ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കും. ഇളക്കി കഴിഞ്ഞ് ഇത് ഒറ്റ സ്പൂണിനുള്ളതേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഇതിൻ്റെ പുളിപ്പ് കാരണം ഒറ്റയടിക്ക് കഴിക്കാൻ പറ്റില്ല. എന്നിട്ട് ഞാൻ ഇപ്പുറത്തെ വശം എടുത്തിട്ട്, കാണുന്നുണ്ടല്ലോ അല്ലേ? കാണുന്നുണ്ടോ? ഇതിന് ശരിക്കും പഞ്ചസാരയുടെ ആവശ്യമില്ല. പക്ഷെ ചിലവർക്ക്, ഞാൻ കുഞ്ഞിൽ അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നത്. കാരണം ഇത് എൻ്റെ ചെറുപ്പം മുതലുള്ള ഒരു ഇതാണ്, പാഷൻ ഫ്രൂട്ടാണിത്. കാരണം എപ്പോഴും നമ്മൾക്കിങ്ങനെ നമ്മുടെ വീട്ടിലും എല്ലാവരുടെ വീട്ടിലും എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ, ചക്ക, മാങ്ങ, റംബൂട്ടാൻ, അല്ലെങ്കിൽ പേരയ്ക്ക, ചാമ്പങ്ങ എന്നൊക്കെ പറയണ പോലെ തന്നെ കാണുന്ന ഒരു ഫ്രൂട്ടാണ്. എൻ്റെ വീട്ടിലുണ്ടാവുന്ന ഒരു ഫ്രൂട്ടാണ് പാഷൻ ഫ്രൂട്ട്. അത് കാരണം അത് നമുക്ക് കുഞ്ഞിലെ ഞാൻ പഞ്ചസാര ഇട്ടാണ് കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം മനസ്സിലാക്കുന്ന ഇപ്പം അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. വലിയ കുട്ടിയായി കാശ്. അപ്പോൾ ഇത് കഴിക്കാം. കണ്ടത് പുളിയും ഉണ്ട് കേട്ടോ ഇതിന്. സൂപ്പറാണ്. ഞാൻ അമ്മയ്ക്ക് കൊടുക്കാതെ എന്നാന്ന് വെച്ചാൽ, അമ്മ അവിടെ നിന്ന് ഇങ്ങനെ ചാടിങ്ങ് പറിച്ചിട്ട് കഴിക്കാവുന്നതേ ഉള്ളൂ അമ്മയ്ക്ക്. ഞാനിങ്ങനെ വല്ലപ്പോഴും വരുമ്പോൾ മാത്രമല്ല കിട്ടുള്ളൂ. സൂപ്പറാണ്, വളരെ ടേസ്റ്റ് ഉണ്ട്, ഹെൽത്തിയാണ്, ജ്യൂസിയാണ്. ജ്യൂസ് അടിച്ച് കുടിക്കാനും നല്ലതാണ്. അതിൻ്റെ ആവശ്യമില്ല, അത് അല്ലാതെ തന്നെ അല്ല 2-3 ഇങ്ങനെ വെറുതെ ഇതുപോലെ എടുത്ത് ഗ്ലാസ്സിനകത്ത് ഇട്ടിട്ട് പഞ്ചസാര കൂടി ഇട്ട് കലക്കിയിട്ട് കോരി കുടിക്കാവുന്നതാണ്. സെയിം നമ്മൾ തന്നെ ചെയ്യാണ്. ഇത് മിക്സ് ചെയ്യുന്നു. എനിക്ക് ആദ്യമേ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ പാഷൻ ഫ്രൂട്ടിൻ്റെ ഫോട്ടോ അയച്ച് തരുമ്പോൾ അത് കഴിക്കാനുള്ള കൊതി കൊണ്ട്
ഞാൻ വന്ന ഉടനെ തന്നെ എൻ്റെ ഡ്രസ്സിട്ട് എൻ്റെ ഡോണ ഇത് കിടന്നുറങ്ങുന്നു. അവൻ ആദ്യമേ ചാടി കയറി. പിന്നെ അപ്പം തന്നെ എനിക്ക് ഉടുപ്പ് മാറാതെ വേറെ വഴിയില്ല. അല്ലെങ്കിൽ ആ ഡ്രസ്സിൽ തന്നെ ഇട്ട് ഞാൻ കാണിച്ചു തന്നെ. ഇത് എന്നിട്ട് പിന്നെ മാറിയിട്ട് അമ്മയുടെ നൈറ്റ് എടുത്തിട്ടിട്ടാണ് ഞാൻ ഇത് കാണിക്കുന്നത്. ഇത് അമ്മയുടെ നൈറ്റി അല്ല, ഇത് എൻ്റെ നൈറ്റി അല്ലേ ഇത്. അതാണ് ബട്ട് ഞങ്ങൾ സൂപ്പറാണോ? അത്രയ്ക്കൊന്നുമില്ല, പക്ഷെ ഇത് എൻ്റെ എസ്റ്റേറ്റിലെ ആപ്പിളാണ്. അതെ, പ്രസന്ന ശിവൻ്റെ എസ്റ്റേറ്റിലെ ആപ്പിളാണിത്. ആപ്പിൾ മരമല്ല, ഇതൊരു ക്രീപ്പിംഗ് പ്ലാന്റ്, അത് മണി പ്ലാന്റ് ഒക്കെ പോലത്തെ ഒരു ഇങ്ങനെ പടർന്ന് കയറുന്ന ഒരു ചെടി. അത് മുന്തിരിയൊക്കെ പോലെ. അപ്പം ഞാൻ തിന്നു കഴിഞ്ഞു. അപ്പം ഗായ്സ്, ഇത് അടിപൊളി ഒരു സാധനമാണ്. അപ്പം നിങ്ങൾ എനിക്കത് കാണിക്കണം എന്നുള്ളൊരു ത്വര കൊണ്ടാണ് ഞാൻ ഓടി വന്നത് കാണിച്ചത്. അപ്പം നിങ്ങൾ പറ്റുമെങ്കിൽ എല്ലാവരും ഓരോ പാഷൻ ഫ്രൂട്ടിൻ്റെ തൈ മേടിക്കാൻ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ പാഷൻ ഫ്രൂട്ട് മേടിച്ചാൽ മതി. എന്നിട്ട് അതിൻ്റെ കുരു ഉണങ്ങുമ്പോൾ മേടിച്ചതൊന്നുമല്ല, അത് എവിടുന്നോ ഒരു തൈ പറമ്പിലുണ്ടായതാണ്. അതങ്ങ് വെള്ളമൊഴിച്ച് ഇതാക്കി നന്നായി വന്നു. അല്ല, ഇതിന്റെ കുരു ഉണങ്ങി കഴിഞ്ഞാലും അത് നട്ടാ വളരില്ല അല്ലേ? ഈ പക്ഷികളൊക്കെ ഇതിന്റെ ഫലം കഴിച്ചേച്ച് എവിടെയെങ്കിലും കൊണ്ടുപോയി അങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാവുന്നത്. അല്ലാണ്ട് ഇപ്പൊ കിളികളൊക്കെ ഇവിടുന്ന് പറിച്ചുകൊണ്ട് വന്ന് അവിടെ കൊണ്ടിട്ടുമ്പോ പിന്നെ അവിടെ നിന്ന് നമ്മുടെ ഈ മുളന്തുരുത്തി ഏരിയ എന്ന് പറയും. മുളന്തുരുത്തിന്നല്ല, ഒരു തൃപ്പൂണിത്തുറ, നടക്കാവ് തൊട്ട് പിറവം അങ്ങോട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ മണ്ണ് നല്ല മണ്ണാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് നട്ടാലും വളരും. മണ്ണിരയൊക്കെ ഉള്ള മണ്ണായതുകൊണ്ട് തന്നെ ഇതിൽ നട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കായ്ക്കും. പിന്നെ നമ്മളതിന് കുറച്ച് നമ്മൾ നോക്കണം. എൻ്റെ അച്ഛനും അമ്മ ചേട്ടായി അല്ല, എൻ്റെ അച്ഛനും അമ്മയും, സ്പെഷ്യലി അച്ഛനൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ ഇതിനോടൊക്കെ ഇങ്ങനെ കൃഷി ചെയ്യണം. പക്ഷെ ഇത് അമ്മയുടെ കേട്ടോ, സോറി, ഇത് പ്രസന്ന ശിവന്റെ ആണ്. ഓക്കെ, അപ്പൊ പ്രസന്ന ശിവനും അങ്ങനെയുള്ളവർ, ഇപ്പൊ അച്ഛനാണെങ്കിൽ ഇവിടെ വാഴ, കുരുമുളക് ഇതിനോടൊക്കെ താല്പര്യമുള്ള ഒരാളായതുകൊണ്ട് തന്നെ ഇതിടുമ്പോ ഇതിന് വെള്ളം ഒഴിക്കാനും ഒക്കെ അമ്മയും കൂടെ കൂടെ സപ്പോർട്ട്. ഇതിന് ഇച്ചിരിയോടെ ഒരു സ്പെഷ്യൽ ഉണ്ട്, കാരണം അമ്മയ്ക്കും ഷുഗറാണ്. ഷുഗർ പറ്റുന്ന ഒരു ഫ്രൂട്ട് ആയതുകൊണ്ട് ഇതൊരു അതായത് ഈ ഒരു ടീം വർക്കാണ്. ടീം വർക്കിലാണ് ഇത് ഉണ്ടാവുക. അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ അച്ഛന് ഷുഗർ, അമ്മയ്ക്ക് ഷുഗർ. സോ ഓട്ടോമാറ്റിക് ആയിട്ട് അവർക്ക് ആ ഒരു സിങ്ക് വന്നു. ഓക്കെ, ഇത് വളർന്നു വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വിശന്നൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും ഈ ഷുഗർ ഉള്ളവരുടെ പേഷ്യൻസിൻ്റെ ഒരു പ്രത്യേകതയാണ്, അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിശപ്പ് വരും. കാരണം അത് അവരുടെ പ്രശ്നമല്ല, അത് ഷുഗർ ഉള്ളവരുടെ കൂടുകയും കുറേ ആ വേരിയേഷനും കൊണ്ട് വരുന്നതാണല്ലോ. നിങ്ങൾക്കൊക്കെ അറിയാം, കൂടുതൽ കാര്യമൊന്നും എനിക്ക് പറയാറില്ല. അപ്പം അങ്ങനത്തെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ചിലവർക്ക് പെട്ടെന്ന് ഒരു ലഡ്ഡു കഴിക്കണം, അല്ലെങ്കിൽ ഒരു മിഠായി കഴിക്കണം, അല്ലെങ്കിൽ ഉപ്പിട്ട് നാരങ്ങ വെള്ളം കുടിക്കണം, പഞ്ചസാര ഇട്ട് അങ്ങനെയൊക്കെ കുടിക്കണം എന്നുള്ളൊരു വരും. പക്ഷേ ഈ ഒരു പാഷൻ ഫ്രൂട്ട് നിങ്ങൾ നടുവാണെങ്കിൽ, ഷുഗർ ഉള്ള എല്ലാവരും നടുവാണെങ്കിൽ ഇതിൽ പുളിയും ഉണ്ട് മധുരവും ഉണ്ട്. സോ അതങ്ങ് ഒരു മാനേജ് ചെയ്ത് പോകുന്ന ഒരു സാധനമാണ്. ഷുഗർ കൂടി ഇതൊരു ഫ്രൂട്ടാണല്ലോ, ഷുഗർ കൂടുമല്ലോ എന്നുള്ളൊരു ടെൻഷൻ വേണ്ട ഇത് കഴിക്കുവാണെങ്കിൽ. അപ്പം എന്തെങ്കിലും ഒന്ന് കഴിക്കണം, അല്ലെങ്കിൽ ഒരു ക്ഷീണം പോലെ തോന്നുവാണ്, ഇത് ഒരെണ്ണം അതുപോലെ മുറിച്ച് കഴിച്ചാൽ മതി. അപ്പം ആ ഒരു നമുക്ക് ചിലവർക്ക് കണ്ടിട്ടില്ലേ, ഈ ORS ലായനി കലക്കിയൊക്കെ കൊടുക്കും ഛർദ്ദിക്കുന്നവർക്കും ഇതുപോലെ തളർച്ചയുള്ളവർക്കൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ പാഷൻ ഫ്രൂട്ട് പോലത്തെ സാധനം എന്ന് വെച്ചാൽ ഉപ്പും മധുരവും കൂടെ ഉള്ളതുകൊണ്ട് അവർക്കത് ഈക്വലായിട്ട് നിൽക്കും. അപ്പോൾ അതൊരു ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കുറേ ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു ഫ്രൂട്ടാണിത്. അപ്പോൾ എല്ലാവരും ഇത് മേടിച്ച് കഴിച്ച്, അല്ലെങ്കിൽ അതിൻ്റെ തൈ എവിടെന്നെങ്കിലും ഒപ്പിക്കുകയോ എന്തെങ്കിലും ചെയ്ത് ഇത് നിങ്ങൾ എന്തായാലും നിങ്ങളത് ഫോക്കസ് ചെയ്ത് ചെയ്യുക. അപ്പം അത് നല്ലതാണത്. മേടിക്കാൻ ഷോപ്പിലൊക്കെ ഇതിന് ഭയങ്കര വിലയാണ്. അതെ, ഫാഷൻ ഫ്രൂട്ട് ഞാൻ പറയട്ടെ, ഇതുണ്ടായി, പക്ഷെ ഇതിൽ കായ്ക്കാൻ കുറച്ച് സമയം എടുത്തു. പക്ഷെ ഇതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ ചേട്ടന് ഇത് പാഷൻ ഫ്രൂട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടം തോന്നിയിട്ട് ഞങ്ങൾ ഒരു ദിവസം ഒരു 4 പാഷൻ ഫ്രൂട്ട് മേടിച്ചതിന് 80 രൂപയോ 40 രൂപ എന്ന് വെച്ചാൽ അര കിലോ പോലും ഇല്ല. അന്ന് 4 പാഷൻ ഫ്രൂട്ട് വരുന്നു. അപ്പോൾ ആ 4 പാഷൻ ഫ്രൂട്ടിന് എന്നോട് എനിക്ക് തോന്നുന്നു 40 രൂപയല്ല, ഒരു 10-70 രൂപയോളമായി. 4 എണ്ണം, വെറും 4 എണ്ണം. ഇതിലെന്തൂരം ഉണ്ടെന്ന് ഞാൻ കണ്ടല്ലോ. ഒരെണ്ണം ഒരാൾക്ക് ചടയെന്ന് പറഞ്ഞങ്ങ് തീരും. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിച്ച് വെക്കുക. പാഷൻ ഫ്രൂട്ടൊക്കെ നിങ്ങൾ ആപ്പിളും മുന്തിരി എല്ലാം കഴിക്കാൻ പോലെ തന്നെ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഒരു സാധനമാണ് പാഷൻ ഫ്രൂട്ട്. ഏറ്റവും നല്ല ഒരു ഫ്രൂട്ടാണത്. അപ്പം
പരമാവധി എല്ലാവരും മതി എന്ന് അമ്മ പറയുന്നുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ ഗായ്സ്. ബാക്കി വീഡിയോസൊക്കെ ഞാൻ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ആയിട്ട് വരാം. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ടാറ്റാ ബൈ ബൈ.